ഹായ് ഓൾ, വെൽക്കം ബാക്ക്. തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ അവസാനത്തെ ഭാഗത്തോട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ രണ്ട് പാർട്ടുകളിലായിട്ട് നമ്മൾ റിയാക്ഷൻസ് പഠിച്ചു, സെൻട്രോയിഡ് പഠിച്ചു. ഞാൻ സെൻട്രോയിഡ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു നമ്മൾ സെൻട്രോയിഡ് പഠിക്കുന്ന ഒരു ബേസിക്സ് ആയിട്ടാണ് അത് ഇനിയുള്ള കാര്യങ്ങൾക്ക് ആവശ്യം വരുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് യൂട്ടിലിറ്റി നമ്മളിപ്പോൾ കാണാൻ പോവാണ്. സോ ഒരു പുതിയ പ്രോപ്പർട്ടി പഠിക്കാൻ പോകുന്നു. ആ പുതിയ പ്രോപ്പർട്ടിയുടെ പേര് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ, എന്തിനു വേണ്ടിയാണ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസും സോൾവ് ചെയ്യും. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ, സോ ഇതൊരു മെക്കാനിക്സ് ടേം ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് ഫിസിക്സിൽ നിന്നാണ്. സോ ഫിസിക്സിൽ എന്താണ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ എന്ന് നമ്മൾ കാണാൻ പോകും. സോ അതിന് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് തവണ ബൈഹാർട്ട് ചെയ്ത് ഏതൊർക്കത്തിലും നമ്മൾ വിളിച്ചാൽ പറയുന്ന ഒരു ഡെഫിനിഷനാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ until it is acted upon by an unbalanced external force. നിങ്ങൾക്കറിയാം ഇതെന്താണ്, ആരുടെ ലോ ആണ്? ഇറ്റ് ഈസ് ദ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലേ? സോ ഈ ഭൂമിയിലെ, ഈ യൂണിവേഴ്സിലെ ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ ഒബ്ജക്റ്റ് എപ്പോഴും അത് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ, ചിലപ്പോൾ മൂവ് ചെയ്യാതെ ഒരു സ്ഥലത്ത് റെസ്റ്റിലായിരിക്കും, ചിലപ്പോൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. സോ ഓൾ ദോസ് ബോഡീസ്, അതിൻ്റെ എല്ലാത്തിൻ്റെ ആഗ്രഹം ആ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ്. സോ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആദ്യമൊന്നും അത് മൂവ് ചെയ്യില്ല. ഇപ്പം റെസ്റ്റിലുള്ളതാണെങ്കിൽ മൂവ് ചെയ്യില്ല. അതിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സ്, അതിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. അതുപോലെ ഒരു മൂവ് ചെയ്യുന്ന ബോഡി നമ്മൾ ചെറുതായിട്ടൊന്ന് തടസ്സം വെച്ചാൽ അത് ചിലപ്പോൾ നിന്നെന്ന് വരില്ല. അതിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് ഏതൊരു ബോഡിയും അതിനിഷ്ടമുള്ള സ്റ്റേറ്റിൽ, അത് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ഏത് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആദ്യം ഒന്നും അത് മൂവ് ചെയ്യില്ല. കാരണം എന്താ? അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? സോ ആ റെസിസ്റ്റൻസിന്, ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, സോ റെസ്റ്റിൽ നിന്ന് മോഷനിലോട്ടോ മോഷനിൽ നിന്ന് റെസ്റ്റിലോട്ടോ പോകാനുള്ള റെസിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇനേർഷ്യ എന്ന് വിളിക്കുക. Inertia is the resistance to change state. So this is inertia. So നമുക്ക് വേണ്ടത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് അല്ലേ? സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് നമുക്ക് നോക്കണം. സോ അതിന് നമ്മൾ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ടാണ് പോകുന്നത്, രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ. സോ ഇതൊക്കെ ഫിസിക്സ് ആണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫസ്റ്റ് ഈസ് ലീനിയർ മോഷൻ. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം മൂവ് ചെയ്യുന്ന മോഷൻ. നമ്മൾ നടക്കുന്നത്, ഒരു വണ്ടി പോകുന്നത്, ഇതിനൊക്കെയാണ് ലീനിയർ മോഷൻ എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫിഗർ കാണാം. ഒന്നൊരു സൈക്കിളാണ്, ഒന്നൊരു ട്രക്കാണ്. സോ ഞാൻ സൈക്കിളിന് ഒരു ഫോഴ്സ് വെച്ച് പുഷ് ചെയ്യുന്നു, ഒരു ട്രക്കിന് ഒരു ഫോഴ്സ് വെച്ച് പുഷ് ചെയ്യുന്നു. ഇതിൽ ഏതിനെയാണ് എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്? സോ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് സൈക്കിൾ അല്ലേ? സോ സൈക്കിളിൽ കുറച്ച് ഫോഴ്സ് ചെയ്താൽ സൈക്കിൾ മൂവ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ട്രക്കിന് ഞാൻ ഒരാളെ ശ്രമിച്ചാൽ മിക്കവാറും പറ്റില്ല, കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ട്രക്ക് മൂവ് ചെയ്യുള്ളൂ. സോ ഇവിടെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സോ രണ്ടും ഒരു ബോഡിയാണ്, രണ്ടിനെയും ഞാൻ പുഷ് ചെയ്യുന്നു, രണ്ടും ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഒബേ ചെയ്യുന്നുണ്ട് അല്ലെ? അത് ഇരിക്കുന്ന സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു. സോ അതിനുള്ള റെസിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിച്ച്? ഇനേർഷ്യ. പക്ഷേ രണ്ടിനുമുള്ള ഇനേർഷ്യ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? സോ സൈക്കിളിന് ഇനേർഷ്യ കുറവാണ്. ഇനേർഷ്യ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറവാണ്. സോ സൈക്കിളിൽ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ സൈക്കിൾ മൂവ് ചെയ്യുന്നു. ട്രക്കിന് ഇനേർഷ്യ കൂടുതലാണ്, അതുകൊണ്ട് ട്രക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുന്നില്ല. സോ ലീനിയർ മോഷനിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ഫാക്ടർ ദാറ്റ് എഫക്ട്സ് ഇനേർഷ്യ ഈസ് മാസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിന്റെ മാസ് ആണ് അല്ലെ? സൈക്കിളിന് മാസ് കുറവാണ്, ട്രക്കിന് മാസ് കൂടുതലാണ്. സോ ദ റെസിസ്റ്റൻസ് ഇൻ എ ലീനിയർ മോഷൻ ഈസ് നത്തിങ് ബട്ട് മാസ്. സോ മാസ് ഈസ് നോൺ ആസ് ട്രാൻസ്ലേഷൻ ഇനേർഷ്യ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ മോഷൻ. സോ ട്രാൻസ്ലേഷൻ ഇനേർഷ്യ എന്ന് പറയുന്നത് മാസ് ആണ്. സോ ഇനി നമ്മൾ റൊട്ടേറ്ററി മോഷൻ നോക്കാം. സോ എനിക്കൊരു ബോൾ ഉണ്ട്, ആ ബോളിന്റെ അറ്റത്ത് ഞാനൊരു കയറ് കെട്ടുന്നു. നമ്മൾ ഹാർമർ ത്രോ ഒക്കെ കാണില്ല, അതുപോലെ. സോ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തൊരു ബോളുണ്ട്. ആ ബോളിനെ കറക്കണം. ആ ബോളിന് രണ്ടിനും ഒരേ മാസാണെന്ന് വിചാരിക്കും. ഓഫ് കോഴ്സ് മാസ് വ്യത്യാസമാണെങ്കിൽ, മാസ് കൂടുതലാണെങ്കിൽ, മാസ് കൂടുതലുള്ള സാധനത്തിന് കറക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. മാസ് കുറവുള്ള സാധനമായിരിക്കും കറങ്ങുക അല്ലെ? സോ മാസ് ഡിപ്പെൻഡന്റ് ആണ്
ഓക്കെ, ഫസ്റ്റ് ഫാക്ടർ ഈ മോഷനെ എഫക്ട് ചെയ്യാൻ പോകുന്നത് മാസാണ്. മാസ് കൂടുതലാണെങ്കിൽ അതിന്റെ മോഷൻ കുറവായിരിക്കും. നമ്മൾ രണ്ടാമതൊരു ഫാക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഒരേ മാസാണെങ്കിലും രണ്ട് നമുക്കൊരു ആക്സിസ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പം ഹാർമർ ത്രോ എറിയുന്ന സമയത്ത് ആ ഹാർമർ പിടിച്ചിട്ട് കറക്കുവാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കൈയാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയാം. സോ അവിടെ നിന്ന് എത്ര ദൂരത്തിലാണ് ഈ മാസ് ഉള്ളത് എന്നത് ഈ റൊട്ടേഷനെ എഫക്ട് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഒരേ മാസ് നമ്മൾ അടുത്തും കുറച്ച് ദൂരെയായിട്ട് വെക്കുന്നു. സോ നമ്മുടെ കയറിന്റെ നീളം കൂട്ടി കുറയ്ക്കുക എന്ന് വിചാരിച്ചാൽ മതി. സോ കയറ് കുറച്ച് നീളമേ ഉള്ളെങ്കിൽ നമ്മുടെ ആക്സിസിന്റെ തൊട്ടടുത്താണെങ്കിൽ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കുറച്ച് ദൂരെയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സോ ലീനിയർ മോഷന് മാസ് മാത്രമായിരുന്നു ഡിപ്പെൻഡന്റ്. പക്ഷെ റൊട്ടേറ്ററി മോഷൻ വരുമ്പോൾ മാസും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ നമ്മുടെ റൊട്ടേറ്ററി ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ ഈ മാസ് ഉള്ളത് അതും ഡിപ്പെൻഡ് ചെയ്യും. സോ മാസും എത്ര ഡിസ്റ്റൻസിലാണ് ആ മാസ് നമ്മുടെ ആക്സിസിൽ അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ മാസ് ആക്സിസിൽ നിന്ന് കൂടുതൽ ദൂരത്താണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഇനേർഷ്യ കൂടുതലായിരിക്കും. സോ ഈ മാസിനെയും നമ്മുടെ ഡിസ്റ്റൻസിനെയും റിലേറ്റ് ചെയ്യുന്ന വാക്കാണ് മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ. So in a rotatory motion, the resistance depends on mass and distance from the axis of rotation, and these two words are coincide in moment of inertia. So നമ്മൾ പറഞ്ഞു mass ആണ് translational inertia. So moment of inertia is the rotational inertia. So നമ്മൾ പഠിക്കാൻ പോകുന്ന moment of inertia എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്ററി മോഷൻ ഉണ്ടാകുമ്പോൾ അതിന് ബോഡി ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും സിമ്പിൾ ആയിട്ട്. സോ ഇതാണ് ഫിസിക്സിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ രണ്ട് ടൈപ്പ് ഉണ്ട്. മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ നമ്മൾ സെൻട്രോയിഡും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും പഠിച്ചില്ലേ. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് വെർ ഓൾ ഏരിയ ഈസ് കോൺസെൻട്രേറ്റഡ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് വെർ ഓൾ വെയിറ്റ് ഈസ് അസ്യൂംഡ്, അല്ലെങ്കിൽ ഓൾ ഫോഴ്സ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മാസിന്റെ ടേംസിൽ നമ്മൾ പറയും, ഒന്ന് ഏരിയയുടെ ടേംസിൽ പറയും. സോ ദാറ്റ് ഈസ് മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ജസ്റ്റ് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാസിനെ കുറിച്ചാണ് അല്ലെ. സോ കുറച്ച് ദൂരത്തിൽ മാസ് വെക്കുമ്പോൾ വ്യത്യാസം വരുന്നു. മാസിന്റെ വെയിറ്റ് കൂടുമ്പോൾ മാസ് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു, അതായത് ഇനേർഷ്യ കൂടുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. സോ മാസിനെ വെച്ച് മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയും. അതുപോലെ ഒരു പ്ലെയിൻ ഫിഗർ എടുത്താൽ അതിന് മാസ് ഇല്ലാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രോയിഡ് പറഞ്ഞു ഏരിയ ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുക. സോ അതിന് ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. നമ്മൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക് ആണ്. സോ നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ എന്താണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. സോ നമ്മൾ നേരത്തെ മാസ് പറഞ്ഞ സ്ഥാനത്ത് ഏരിയനെ റീപ്ലേസ് ചെയ്താൽ മതി. ഇനി എന്തിനാണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സോ ഫസ്റ്റ് വൈ വി ആർ ഗോയിങ് ടു ലേൺ ദിസ് എന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. സോ അതിന് ഞാനൊരു ബീം എടുക്കുന്നു. സോ ബീം എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞു. സോ ബീമാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ എലമെന്റ് അല്ലേ. സോ ഏറ്റവും ആദ്യം ലോഡ് എടുക്കുന്ന, സ്ലാബിൽ നിന്ന് നേരിട്ട് ലോഡ് എടുക്കുന്ന എലമെന്റ്. സോ ബീം ഞാൻ കണ്ടു, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണല്ലോ. ഒരു സൈഡ് ഹിഞ്ച്, ഒരു സൈഡ് റോഡ്, ഒരു ബീം എടുത്തു. ആ ബീമിനെ ലോഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ബീമിന്റെ നടുക്ക് ഞാനൊരു ലോഡ് കൊടുത്തപ്പോൾ ബീം എന്ത് ചെയ്തു? ബെൻഡ് ചെയ്തു അല്ലെ. എപ്പോഴാ ബെൻഡ് ചെയ്യുക? ഇവിടുന്നും റൊട്ടേറ്റ് ചെയ്ത് ഇവിടുന്നും റൊട്ടേറ്റ് ചെയ്തൊരു ബെൻഡിങ് നടക്കുന്നുണ്ട് ബീമിൽ. സോ വെനെവർ യു ആർ ലോഡിങ് എ ബീം അണ്ടർഗോസ് ബെൻഡിങ്. ഓക്കെ, ഇനി എന്തിനാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുന്നതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഒരു ബീമിന്റെ ബെൻഡിങ് വെച്ച്. സോ ഇവിടെ ഞാൻ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ടല്ലേ. സോ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു പലക കഷ്ണമുണ്ട്. സെയിം പലക കഷ്ണം രണ്ട് രീതിയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ ഡയറക്ഷനിൽ കിടത്തി വെച്ചിരിക്കുന്നു, ഒന്ന് കുത്തിനെ നിർത്തിയിരിക്കുന്നു. ഓക്കെ, കാണാലോ. 100 കിലോഗ്രാം വെയിറ്റ് ആണ് രണ്ടിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. സോ മാസ് സെയിം ആണ്, പക്ഷെ മാസും സെയിം ആണ്, നമ്മൾ വെച്ചിരിക്കുന്ന ബീമും സെയിം ആണ്. വ്യത്യാസം എന്താ? അതിന്റെ ഓറിയന്റേഷൻ ആണ് അല്ലെ. പക്ഷെ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ നിലത്ത് ചാരി വെച്ചിരിക്കുന്ന പലക എന്തായാലും സംഭവിക്കുന്നത്, അത് കൂടുതലായിട്ട് ബെൻഡ് ചെയ്യുന്നു. കുത്തനെ നിർത്തിയിട്ടുള്ളത് വളരെ കുറച്ചേ ബെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് എന്തുകൊണ്ടാണ്? സോ ഒരേ മാസാണ്, ഒരേ
മെറ്റീരിയൽ ആണ്, ഒരേ വലിപ്പമാണ്, ഒരേ ബീമാണ്, പക്ഷേ അതിൻ്റെ ഓറിയന്റേഷൻ മാറിക്കഴിഞ്ഞപ്പോൾ, അതായത് ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ ബെൻഡ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഞാൻ ഈ ക്രോസ് സെക്ഷൻ എടുത്തു. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡുള്ള സെക്ഷൻ, ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്. സോ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ നമ്മൾ കാണുമ്പോൾ എടുക്കുന്ന വ്യൂ ആണ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം. സോ ഇതാണ് ക്രോസ് സെക്ഷൻ. സോ ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു റെക്ടാങ്കിൾ ആണ് അല്ലേ? സോ ഈ റെക്ടാങ്കിൾ നേരെ നിൽക്കുമ്പോൾ ഉള്ളതാണ് ഈ ഓറിയന്റേഷൻ. ആ റെക്ടാങ്കിൾ ചെരിച്ച് കിടന്നപ്പോൾ താഴോട്ട്, അതിന്റെ നീളമുള്ള ഭാഗം താഴോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓറിയന്റേഷൻ കിട്ടി. സോ ഏതൊരു മെറ്റീരിയൽ, സോ നമ്മൾ നേരത്തെ ഒരു ആക്സിസ് റൊട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? സോ റൊട്ടേഷൻ ഒരു ആക്സിസ് ഉള്ളതുപോലെ ഏതൊരു മെറ്റീരിയൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബെൻഡിങ് ആക്സിസ് ഉണ്ടാവും. സോ അത് നമ്മൾ പയ്യെ അതിന്റെ പേരൊക്കെ പഠിക്കും, ന്യൂട്രൽ ആക്സിസ് എന്നൊക്കെ പഠിക്കും. സോ ഇപ്പം ഫോർ present information, you just know that there is an axis about which all bodies will bend. So അതിനെ നമ്മൾ ബെൻഡിങ് ആക്സിസ് എന്ന് വിളിക്കും. സോ ബെൻഡിങ് ആക്സിസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ആയിരിക്കും. സോ നമ്മൾ സെൻട്രോയിഡ് പഠിച്ചില്ലേ? സോ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും അതിന്റെ ബെൻഡിങ് ആക്സിസ് എന്ന് പറയാം. സോ ഇതിന്റെ ബെൻഡിങ് ആക്സിസ് ആണ് ഇത്. ഇനി ഈ രണ്ടെണ്ണത്തിന്റെ ബെൻഡിങ് ആക്സിസിൽ നമ്മൾ ബെൻഡിങ് ആക്സിസിലോട്ട് ആ രണ്ട് ക്രോസ് സെക്ഷൻ വെക്കാൻ പോവാം. സോ ഇത് ഒന്നാമത്തെ ബീമിന്റെ ക്രോസ് സെക്ഷൻ, ഇത് രണ്ടാമത്തെ ബീമിന്റെ ക്രോസ് സെക്ഷൻ. ഇതിന്റെ ഏരിയ സെയിം ആണ്, കണ്ടോ? സെയിം പ്ലാങ്ക് തന്നെയാണ് നമ്മൾ വെക്കുന്നത്, ഏരിയ സെയിം ആണ്, ഓറിയന്റേഷന് വ്യത്യാസമുള്ളൂ. ആ ഓറിയന്റേഷനാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്താ കണ്ടേ? ഇത് കൂടുതൽ ബെൻഡ് ചെയ്യുന്നു, ഇത് കൂടുതൽ ബെൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നോക്കാം. സോ ഈ ഒരു പ്ലാങ്ക് നോക്കുക, പ്ലാങ്ക് എന്ന് വെച്ചാൽ പലക. സോ ഇതൊന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ, ഇതാണ് നമ്മുടെ ബെൻഡിങ് ആക്സിസ് അല്ലേ? നമ്മുടെ ആക്സിസ് ഓഫ് റെഫറൻസ് ഇതാണ്. ഈ ആക്സിസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഏരിയ സെയിം ആണ്. സോ ഇതിന്റെ കൃത്യം നടുക്കാണ് ഏരിയ. സോ ഏത് ഓറിയന്റേഷനിൽ വെച്ചാൽ പകുതി ഏരിയ മേലെ പകുതി ഏരിയ താഴെയാണ്. പക്ഷേ ഇവിടെയുള്ള ഈ പകുതി ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബെൻഡിങ് ആക്സിസിന്റെ വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബെൻഡിങ് ആക്സിസിന്റെ വളരെ ക്ലോസ് ആയിട്ടാണ് ഏരിയ ഇരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഫിസിക്സിലെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു മാസ് ഡിസ്റ്റൻസ് കൂടുന്തോറും അതിന്റെ ഇനേർഷ്യ കൂടും. അതിന്റെ ഇനേർഷ്യ കൂടുക എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടി. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് റെസിസ്റ്റൻസ് അല്ലേ? സോ ഡിസ്റ്റൻസ് കൂടുമ്പോഴാണ് റെസിസ്റ്റൻസ് കൂടുക. ഇവിടെ നോക്കി, ഏരിയ ഈസ് ലൊക്കേറ്റഡ് നിയർ ആക്സിസ്, സോ ഇറ്റ്സ് ഇനേർഷ്യ ഈസ് ലെസ്. സോ ലെസർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ലെസർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറവുള്ളത് കൊണ്ട് അത് കൂടുതൽ ബെൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. രണ്ടാമത്തെ കേസിൽ ഞാൻ പറഞ്ഞു സെയിം ഏരിയ ആണല്ലേ? പകുതിക്കാണെങ്കിലും പകുതിന്റെ മുകളിലോട്ടും പകുതിയുടെ താഴോട്ടും രണ്ടിനും പകുതി ഏരിയ വെച്ചാൽ വരാം. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ഇതിനേക്കാൾ കൂടുതൽ ദൂരത്തിലാണ് ഈ ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? കൂടുതൽ ദൂരത്തിലാണ് ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ കൂടുതൽ ഏരിയ ദൂരത്തേക്ക് ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഡിസ്റ്റൻസ് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. സോ ഹയർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഹയർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ അതിന് ബെൻഡ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് കൂടുതലാണ്. സോ ഇറ്റ് വിൽ ബി ബെൻഡിങ് ലെസ്. സോ നമ്മുടെ സ്ട്രക്ചറൽ കൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് ബെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. അതിന് ഡിഫ്ലക്ഷൻ എന്ന് പറയും. സോ ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിപ്പോൾ ബീം ആയിക്കോട്ടെ, കോളം ആയിക്കോട്ടെ. സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമുക്കറിയണം ഇത് എന്തോരം ബെൻഡ് ചെയ്യും. സോ അത് ബെൻഡ് ചെയ്യണമെങ്കിൽ ആ ബെൻഡിങ്ങിന്റെ കപ്പാസിറ്റി നമുക്ക് അറിയണമെങ്കിൽ അതിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആവശ്യമുണ്ട്. സോ ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുന്നത് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. സോ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എലമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുന്നത്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താന്ന് നമ്മൾ ഫിസിക്സിലെ മീനിങ് കണ്ടു. ഇനി എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നതെന്നും കണ്ടു. ഇനി മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഡിഫൈൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഡെഫിനിഷൻ ഇതാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ഓർ മാസ്. സോ ഞാൻ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഏരിയ ഉണ്ട്, മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. സോ രണ്ടിനും കൂടെയുള്ള ഡെഫിനിഷൻ ആണ്. So moment of inertia is the product of area and the square of the distance of the center of gravity
of that area from an axis. Okay, so ഇതാണ് ഡെഫിനിഷൻ. സോ ഡെഫിനിഷൻ നമുക്ക് പിക്ചോറിയൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. സോ ഇവിടെ പറയുന്നുണ്ട് ഒരു ഏരിയന്റെ കാര്യം അല്ലെ. മൊമെന്റ് ഓഫ് inertia is the product of area and the square of the distance of the center of gravity of that area from an axis. So നമുക്ക് ഒരു ആക്സിസും വേണം, ഒരു ഏരിയയും വേണം. സോ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാനാർ ലാമിന ഞാൻ എടുത്തു. സോ എനിക്കൊരു ലാമിന ഉണ്ട് എൻ്റെ കയ്യിൽ. ആ ലാമിനയുടെ ഏരിയ എ ആണ്. അതിന്റെ സി ജി ഈ പറയുന്ന ലൊക്കേഷനിൽ ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് രണ്ട് ആക്സിസ് ഉണ്ട്, ഒ എക്സ് ഒ വൈ. ഒന്ന് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്, ഒന്ന് വെർട്ടിക്കൽ ആക്സിസ് ആണ്. സോ ഇനി ഈ സി ജി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ എക്സ് ബാർ എന്ന് വിളിച്ചു, ഞാനിവിടെ എക്സ് എന്ന് വിളിക്കുന്നു. സോ വൈ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് ഈ പ്ലെയിൻ ഏരിയയുടെ സി ജി ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എക്സ് ആക്സിസിൽ നിന്ന് വൈ ഡിസ്റ്റൻസിലാണ് ആ പ്ലെയിൻ ഏരിയന്റെ സി ജി ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫിഗർ. സോ ഒരു പ്ലെയിൻ ഫിഗർ ഉണ്ട്, അതിന്റെ ഏരിയ എ ആണ്, അതിന്റെ സി ജി നമ്മൾ ലൊക്കേറ്റ് ചെയ്തു അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ഒ വൈ ആക്സിസ്, at y distance from OX axis. ഇനി എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഷുഡ് ബി അബൌട്ട് ആൻ ആക്സിസ്. ഇവിടെ ഫ്രം ആൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മൊമെന്റ് ഓഫ് ഇനേഷ്യ എപ്പോഴും ഒരു ആക്സിസിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയാം. സോ ഇവിടെ ഞാൻ രണ്ട് ആക്സിസ് വരച്ചിട്ടുണ്ട്, ഒ എക്സ് ഒ വൈ. ഈ രണ്ട് ആക്സിസിനെയും വെച്ച് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ പറയും. സോ ഒന്നാമത്തത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ലാമിന അബൌട്ട് ഒ വൈ ആക്സിസ്. സോ ഇതാണ് ഒ വൈ ആക്സിസ്. അതിനെ ഞാൻ ഐ ഒ വൈ എന്ന് വിളിച്ചു. മൊമെന്റ് ഓഫ് ഇനേഷ്യനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഐ എന്നാണ്. അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ യൂഷ്വലി ഏത് ആക്സിസിലാണ് എടുക്കുന്നതെന്നാ പറയാം. സോ ഐ ഒ വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ആക്സിസ് ഒ വൈ. സോ എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഒ വൈ? പ്രൊഡക്റ്റ് ഓഫ് ഏരിയ. പ്രൊഡക്റ്റ് ഓഫ് ഏരിയ. സോ ഏരിയ എന്താണ്? എ ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ഏരിയ ഫ്രം ദ ആക്സിസ്. സോ നമ്മുടെ ആക്സിസ് ഒ വൈ ആണ്. ഒ വൈന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ അതിന്റെ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു എക്സ് സ്ക്വയർ അബൌട്ട് ദിസ് ആക്സിസ്. സോ യു ഗെറ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഒ വൈ ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ. സോ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സി ജി ഫ്രം ദ ആക്സിസ് എന്നാ പറയാം. സോ ഐ ഒ വൈ ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ. ഇനി നമുക്ക് അടുത്ത ആക്സിസ് എടുക്കാം. So that is OX, moment of inertia of the lamina about OX axis. അതിനെ ഞാൻ IOX എന്ന് വിളിച്ചു. അതെന്തായിരിക്കും? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടി കാണും. ഏരിയ എ ആണ്, ഈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് y ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് OX axis IOX is equal to area into y square. So product of area into distance of the CG from the reference axis y ആണ് അല്ലേ. സോ എ വൈ സ്ക്വയർ IOY is equal to AX square IOX equal to a y square. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ബേസിക് ഡെഫിനിഷൻ. സോ ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമ്മളിപ്പോൾ ഒരു ലാമിനയുടെ ടോട്ടൽ ഏരിയയിലാണ് പറഞ്ഞത്. ശരിക്കും ഇതിന്റെ സി ജി ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ കുറെ പ്രോസസ്സ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ആക്കിയിട്ട് കണ്ടുപിടിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന ക്ലാസ്സിൽ അല്ലേ. അതുപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സോ നമ്മൾ നേരത്തെ എടുത്ത അതേ ഷേപ്പിലുള്ള സാധനം എടുത്തു, അതിന്റെ ഏരിയനെ ഞാൻ ഡിവൈഡ് ചെയ്തു. A1 A2 A3 F വെച്ചാൽ ഒരു കോംപ്ലക്സ് ലാമിനയാണ്, പല ഇറഗുലർ ഷേപ്പാണ്. അതിനെ ഒരു റെഗുലറൈസ് ചെയ്യാൻ ഞാൻ A1 A2 A3 A4 നിർത്തും. സോ അതിന്റെ ഒക്കെ ഓരോ പാർട്ടിക്കിൾസിന്റെയും നമ്മുടെ ഓരോ ഏരിയന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 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 അതിന്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വൈ ആക്സിസിൽ നിന്നുള്ളത് x1, എക്സ് ഡിസ്റ്റൻസും എക്സ് ആക്സിസിൽ നിന്നുള്ള വൈ ഡിസ്റ്റൻസും നിങ്ങൾക്ക് കാണാമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ്. സെയിം ഫിഗർ എടുക്കുന്നു നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് എടുക്കാൻ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ് അല്ലേ. സോ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ടോട്ടൽ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇവിടെ ഒരു സ്മോൾ ഏരിയ ആയി. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയറിന്റെ സം ആണ്. നമ്മൾ നേരത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പറയുന്നത് സെൻട്രോയിഡ് പറഞ്ഞ പോലെ തന്നെ ചെറിയ ഏരിയനെ ആഡ് ചെയ്ത് വലിയ ഏരിയക്കുന്ന പോലെ ഇവിടെ നമ്മൾ ചെറിയ ഏരിയന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ആഡ് ചെയ്ത് എത്ര ചെറിയ ഏരിയ ഉണ്ടോ അത്രയെണ്ണം ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇവിടെ എന്താ? ലാമിന അബൌട്ട് ഒ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ A1 x1 സ്ക്വയർ ഒന്നാമത്തെ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ A1 x1 സ്ക്വയർ, രണ്ടാമത്തത് A2 x2 സ്ക്വയർ, മൂന്നാമത്തെ A3 x3 സ്ക്വയർ വരാൻ കാരണം എന്താ? ഡിസ്റ്റൻസ് ഓഫ് ദ സി ജി ഫ്രം ദ റെഫറൻസ് ആക്സിസ് അല്ലെ.
അത് x3. ഇതാണ് റെഫറൻസ് ആക്സിസ്. അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് x3, അതിന്റെ സ്ക്വയർ x3 സ്ക്വയർ ഇൻറ്റു ഏരിയ. സോ A3 x3 സ്ക്വയർ. അടുത്തത് A4 x4 സ്ക്വയർ. ഇതിന് നമുക്ക് ചെറുതായിട്ട് എഴുതാൻ സമ്മേഷൻ ഉപയോഗിക്കുന്നു. സിഗ്മ AI xi സ്ക്വയർ. അതായത് ഇപ്പൊ 4 ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ എത്ര പാർട്ടായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു, ഐ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ജനറൽ ഇക്വേഷൻ ആണ് സമ്മേഷൻ ഓഫ് AI xi സ്ക്വയർ ഈസ് ഈക്വൽ ടു where I is equal to 1, 2, 3, etc. So I OY എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് സിഗ്മ AI xi സ്ക്വയർ ആണ്. where I can take values from 1 to whatever sections you are providing. ഇനി ഇതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രൽ ഫോമിൽ കാണാൻ പോവാം. സോ ഇന്റഗ്രൽ ഫോമിന് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. സോ ഐ ഓ വൈ എന്ന് പറയുന്നത് സിഗ്മ AI xi സ്ക്വയർ എന്ന് സമ്മേഷൻ ഫോമിൽ നമ്മൾ എഴുതി. അതേ ഇക്വേഷനെ വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യനെ നമ്മൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ എന്ന് എഴുതി. ഇനി ഇതെന്താന്ന് നോക്കുക, എന്താണ് ഡി എ എന്നൊക്കെ നമുക്ക് മനസ്സിലാവണം അല്ലേ. സോ ഞാനിപ്പം ഈ A1 A2 A3 A4 എഴുതിയത് നിങ്ങൾ മറക്കുക. പകരം ഈ ലാമിനെ ഒരു ചെറിയ ഏരിയ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ചെറിയ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ വൈ ആക്സിസിലാണ് എടുക്കുന്നത് അല്ലെ. ഒ വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ ഒ വൈ ആക്സിസിന് പാരലായിട്ട് ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ ഏരിയ ആണ് ഡി എ. ഓക്കെ, ഒ വൈ ആക്സിസിന് പാരലായിട്ട് ഈ എൻറ്റയർ ബോഡിയിൽ ഒരു ചെറിയ ആക്സിസ് കൺസിഡർ ചെയ്യുന്നു ഡി എ. ആ ഡി എ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്. കാണാലോ, ഇത് എക്സ് ഡിസ്റ്റൻസിൽ ഒ വൈ ആക്സിസ് ചെയ്യുന്ന ഡി എ എന്ന് പറയുന്ന ഒരു ഏരിയ ആക്ട് ചെയ്യുന്നു. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? ഈ ചെറിയ ഏരിയന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലെ. ഏരിയ ഡി എ, ഡിസ്റ്റൻസ് എക്സ്. സോ എക്സ് സ്ക്വയർ ഡി എ. സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഡി എ. സോ ഈ ചെറിയ ഏരിയന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡി എ ആണ്. അങ്ങനെയെങ്കിൽ ഇതിനെ നമ്മൾ ഈ അറ്റം മുതൽ, അതായത് വൈ ആക്സിസിൽ 0 മുതൽ ഇതിന്റെ വീതി എത്രയാണോ അത്രയും നീളത്തിൽ, സോ ഇവിടം തൊട്ട് ഇവിടം വരെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. സോ നമ്മൾ ചെറിയൊരു സ്ട്രിപ്പ് എടുത്തു. ആ സ്ട്രിപ്പിന്റെ ഏരിയ ഡി എ ആണ്. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഡി എ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് ആ സ്ട്രിപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സോ ഇങ്ങേ അറ്റത്തോട്ട് എങ്ങേ അറ്റം വരെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. So you got I over I is either sigma AI xi square അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. സോ ഇതാണ് ഒ വൈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? ഒ എക്സ് ആക്സിസിൽ വേണം. സോ യു റൈറ്റ് ദ സമ്മേഷൻ ഇക്വേഷൻ. സോ ഒ വൈ ആക്സിസ്, ഒ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ വെർട്ടിക്കൽ എടുക്കണ്ട അല്ലെ. സോ ഈ ഏരിയ എടുത്താൽ ഈ ഏരിയന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? A1 ഇൻറ്റു y1 സ്ക്വയർ. അടുത്ത് A2 ഇൻറ്റു y2 സ്ക്വയർ, A3 ഇൻറ്റു y3 സ്ക്വയർ, A4 ഇൻറ്റു y4 സ്ക്വയർ. സോ സമ്മേഷൻ എഴുതിയ സിഗ്മ എ വൈ സ്ക്വയർ ഐ എ ഇസ് ഇക്വൽ ടു 1, 2, 3. ഇനി അതിന്റെ ഇന്റഗ്രൽ ഫോം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. സോ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞു നേരത്തെ ഒ വൈ ആക്സിസ് ആയിരുന്നപ്പോൾ നമ്മൾ എടുക്കേണ്ട സ്ട്രിപ്പ് ഷുഡ് ബി പാരലൽ ടു വൈ ആക്സിസ്. ഇനി ഒ എക്സ് ആക്സിസിനാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി പാരലൽ ടു എക്സ് ആക്സിസ്. സോ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തു അറ്റ് എ ഡിസ്റ്റൻസ് വൈ. അതിന്റെ ഏരിയ ഡി എ ആണെന്ന് വിചാരിക്കുക. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലെ. സോ ഡി എ ഇൻറ്റു വൈ സ്ക്വയർ. സോ വൈ സ്ക്വയർ ഡി എ ആണ് ഈ സിംഗിൾ സ്ട്രിപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ ടോട്ടൽ കിട്ടണമെങ്കിൽ ഈ താഴെ മുതൽ മുകള് വരെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ലിമിറ്റ് താഴെ മുതൽ മോള് വരെ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ഒ എക്സ് കിട്ടും. സോ രണ്ട് ഫോർമുലേഷനിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാണ് കാണുക അല്ലെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നാണ് ഇപ്പോൾ കണ്ടത്. സോ ഐ ഒ വൈ വെർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ റെപ്രസെന്റഡ് ആസ് സിഗ്മ എ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. ഇനി ഹൊറിസോണ്ടൽ ആക്സിസ് അതായത് ഒ എക്സ് ആക്സിസിലാണെങ്കിൽ ഐ ഒ എക്സ് എക്സ് ഇക്വൽ ടു സിഗ്മ എ ഐ വൈ ഐ സ്ക്വയർ ഓർ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മളൊന്ന് റീകോൾ ചെയ്യാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ, സെക്കൻഡ് ക്ലാസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചിരുന്നു, മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഫോഴ്സ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എന്തായിരുന്നു? ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണോ മൊമെന്റ് എടുക്കുന്നത് ആ മൊമെന്റിലൊക്കെ ഉള്ള ഡിസ്റ്റൻസ്. സോ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ,
നോട്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി നമ്മൾ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതിയ? പൊസിഷൻ ഓഫ് സെൻട്രോയിഡ് ഇപ്പൊ എക്സ് ബാർ മാത്രം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എ ഐ എക്സ് ഐ ബൈ സിഗ്മ എ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എ ഐ എക്സ് ഐ ബൈ സിഗ്മ എ. എ എന്ന് പറഞ്ഞ ഏരിയ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയന്റെ സി ജിയിലോട്ടുള്ള നമ്മുടെ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, റെഫറൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. സോ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. നോക്കി ഇവിടെ ഞാൻ ഇതിന്റെ ന്യൂമറേറ്റർ മാത്രം എടുത്താൽ അതെന്താണ്? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ്. സോ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം റെഫറൻസ് എന്തായിരുന്നു? മൊമെന്റ് ഓഫ് ഫോഴ്സ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഏരിയ. സോ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഇസ് മൊമെന്റ് ഓഫ് ഏരിയ. സോ വി കോൾ ദിസ് as ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ. സോ സെൻട്രോയിഡ് കാൽക്കുലേഷന്റെ ന്യൂമറേറ്റർ ആണ് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ, സിഗ്മ എ എക്സ് ഐ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ്. സോ നമ്മളിപ്പോൾ പഠിച്ചത് എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ ഇതാണ്. എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ y i is equal to സിഗ്മ എ ഐ എക്സ് ഐ സ്ക്വയർ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ സിഗ്മ എ ഐ എക്സ് ഐ സ്ക്വയർ ആണല്ലേ. എ എന്ന് വെച്ചാൽ ഏരിയ ആണ്, എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് ദ സി ജി ഫ്രം ദ ആക്സിസ് കൺസിഡേർഡ്. സോ ഇതെന്താണ്? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് സ്ക്വയർ. സോ ഇവിടെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരുന്നു ഇതിന്റെ ന്യൂമറേറ്റർ. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് സ്ക്വയർ ആണ്. സോ ഇത് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. സെക്കൻഡ് വരാനുള്ള കാരണം എന്താ? ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഡിസ്റ്റൻസിന്റെ സെക്കൻഡ് ഡിഗ്രി. സോ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. സോ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ is the numerator of CG equation and moment of inertia is the second moment of area. സോ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്നും പറയാറുണ്ട്. സോ ഇത് നോട്ട് ചെയ്യുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ is the സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. അതുകൊണ്ടാണ് സിഗ്മ വൈ സ്ക്വയർ ഡി എന്ന് എഴുതിയത്. ഇനി സിഗ്മ വൈ ഡി എന്ന് എഴുതിയാൽ അത് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് ഇത്, കണ്ടോ? സോ ഇതിന്റെ ന്യൂമറേറ്റർ ആണ് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. ഓക്കെ, ഇനി നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഇത് ഡെറിവേഷൻ ആക്ച്വലി നമ്മുടെ സിലബസിലില്ല, എന്നാൽ എങ്ങനെ കിട്ടണമെന്ന് അറിയാൻ വേണ്ടി മാത്രം നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാം. സോ ഡിറ്റർമിനേഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു പ്ലെയിൻ റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. സോ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ എടുത്തു, അതിന്റെ വിഡ്ത്ത് ബി ആണ്, ഡെപ്ത് ഡി ആണ്. വിഡ്ത്ത് ബി, ഡെപ്ത് ഡി ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ സെക്ഷൻ. ഓക്കെ, ഇനി ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ യൂഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യം വരിക സെൻട്രോയിഡൽ ആക്സിസ് ആണ്. സോ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ഡയറക്ഷനിൽ ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ അതിന്റെ വൈ ബാർ എന്ന് പറയുന്നത്, വൈ ബാർ എന്ന് വെച്ചാൽ നമ്മുടെ റെഫറൻസിൽ നിന്നുള്ള മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ. സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ബാർ എന്ന് പറയുന്നത് ഡെപ്ത് ബൈ 2 ആണെന്ന് നിങ്ങൾക്കറിയാം. സോ ഞാൻ അതിനെ വെച്ച് രണ്ടായിട്ട് മുറിച്ചാൽ ഇതാണ് എൻ്റെ ഒരു ആക്സിസ്. അതുപോലെ ഞാൻ വിഡ്ത്തിനെ രണ്ടായിട്ട് മുറിച്ചാൽ, സോ ഡെപ്തിനെ രണ്ടായിട്ട് മുറിക്കുന്ന ആക്സിസ് ആദ്യത്തെ സെൻട്രോയിഡൽ ആക്സിസ്, അതിനെ ഞാൻ എക്സ് എക്സ് എന്ന് വിളിച്ചു, ഹൊറിസോണ്ടൽ എക്സ് എക്സ്. അതുപോലെ ഞാൻ വിഡ്ത്തിനെ രണ്ടായിട്ട് മുറിച്ചു, അതിനെ വൈ വൈ എന്ന് വിളിച്ചു. സോ ഇതാണ് സി ജി അല്ലേ. സോ സി ജി ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഡി ബൈ 2ലും ബി ബൈ 2ലും ആണ്. സോ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരച്ച ആക്സിസിനെയാണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് വിളിക്കുക. സോ എക്സ് എക്സ് ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസ് ആണ്, വൈ വൈ വെർട്ടിക്കൽ സെൻട്രോയിഡൽ ആക്സിസ് ആണ്. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റെക്ടാങ്കുലർ സെക്ഷന്റെ എക്സ് എക്സ് ആക്സിസിനും വൈ വൈ ആക്സിസിനുമുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ഓക്കെ, സോ ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ. സോ കണ്ടുപിടിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു ആക്സിസ് എക്സ് എക്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ ഇന്റഗ്രേഷൻ ഉപയോഗിക്കാൻ നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ആദ്യം ഒരു സ്മോൾ സ്ട്രിപ്പ് എടുക്കണം അല്ലേ. സോ ഇവിടെ ഞാൻ എക്സ് ആക്സിസിന് ഉള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുക്കണം. സോ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഞാനൊരു സ്ട്രിപ്പ് എടുത്തു, കണ്ടല്ലോ, ഇതാണ് ആ സ്ട്രിപ്പ്. ആ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡി വൈ ആണ്. സോ ഒരു സ്ട്രിപ്പ് എടുത്തു, ആ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് ഡി വൈ ആണ്. എക്സ് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കണ്ടുപിടിക്കുന്നത്. സോ വി ടുക്ക് എ small strip which is parallel to the x-axis at a distance y.
ഇവിടെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം y, അതിന്റെ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് dy ആണ്. സോ ഈ സ്ട്രിപ്പിന്റെ ഏരിയ എന്തായിരിക്കും? സോ ഏരിയ ഈസ് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് അല്ലേ. സോ വിഡ്ത്ത് ബി ആണ്, dy ആണ്. സോ ഡി എ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി വൈ. ഇനി നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഐ എക്സ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. സോ ഹൊറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ എടുക്കേണ്ടത് y ഡിസ്റ്റൻസുകളായിരിക്കും, നമുക്ക് ആദ്യം തൊട്ട് അറിയാം. സോ ഐ എക്സ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ നിങ്ങളോട്, നമ്മളൊരു സ്ട്രിപ്പ് എടുത്തു, ആ സ്ട്രിപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് വൈ സ്ക്വയർ ഡി എ. സോ വൈ ഡിസ്റ്റൻസ് സ്ക്വയർ വൈ സ്ക്വയർ, അതിന്റെ ഏരിയ എന്ന് വെച്ചാൽ ഡി വൈ ഇൻറ്റു ബി, അതാണ് ഡി എന്ന് നമ്മൾ വിളിച്ചത്. സോ ഡിസ്റ്റൻസ് സ്ക്വയർ ഇൻറ്റു ഏരിയ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. നമുക്ക് വേണ്ടത് പക്ഷേ ഈ എൻറ്റയർ ബോഡീന്റെ. സോ എൻറ്റയർ ബോഡീന്റെ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടം തൊട്ട് ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം ഇന്റഗ്രലിന് അല്ലെ. സോ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഇറ്റ് ഫ്രം -d/2 ടു d/2. എന്തുകൊണ്ടാണ് ഞാൻ -d/2 ടു d/2 എടുത്ത്? എനിക്ക് ഇവിടുന്ന് 0 ടു d എടുത്താൽ പോരെ? പറ്റില്ല. കാരണം എന്താ, ഞാൻ എടുക്കുന്നത് സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയാണ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസ്. സോ സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ആണ് വേണ്ടത്. സോ ഇതാണ് എന്റെ റെഫറൻസ്. സോ ഇത് റെഫറൻസ് എടുക്കുമ്പോൾ ഈ ആക്സിസിനെ റെഫർ ചെയ്യുന്നതാണ് ഞാൻ എല്ലാ ഡിസ്റ്റൻസും പറയേണ്ടത്. സോ എന്റെ ഈ പോയിന്റിലെ ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ 0 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് -d/2. സോ -d/2 മുതൽ d/2 വരെയാണ് ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സപ്പോസ് എനിക്ക് ഈ ബേസിൽ കൂടെ പോകുന്ന ആക്സിസ് ആയിരുന്നു ഒന്നും വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ ഞാൻ സെൻട്രോയിഡൽ ആക്സിസിലാണ് എടുക്കുന്നത് അല്ലെ. അതിന് പകരം ബേസിലുള്ള ആക്സിസിലാണ് വേണ്ടതെങ്കിൽ എനിക്ക് ഇന്റഗ്രൽ 0 ടു d വൈ സ്ക്വയർ ഡി എ എന്ന് മതിയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ സെൻട്രോയിഡൽ ആക്സിസ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇന്റഗ്രൽ ചെയ്യാൻ പോകുന്നത് -d/2 ടു d/2 വൈ സ്ക്വയർ ഡി എ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഡി എന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ ബി ഡി വൈ ആണ്. ഇതിൽ ബി എന്ന് പറയുന്നത് വൈന്റെ ടേംസിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ബി കോൺസ്റ്റന്റ് ആണ് അല്ലേ. സോ നമ്മുടെ സ്ട്രിപ്പ് വൈ ഡയറക്ഷനിലാണ് മാറുന്നത്. സോ അതുകൊണ്ട് ബി ഞാൻ പുറത്തെടുത്തു. സോ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്തായിരുന്നു? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പോൾ വൈ സ്ക്വയർ ഡി വൈ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വൈ ക്യൂബ് ബൈ 3. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. വൈ ക്യൂബ് ബൈ 3 ഫ്രം -d/2 ടു d/2 ഇൻറ്റു നമ്മൾ നേരത്തെ എടുത്ത് കോൺസ്റ്റന്റ്. ഇത് ജസ്റ്റ് ഇന്റഗ്രേഷൻ ആണ്. സോ എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ നിങ്ങൾക്ക് അറിയാം, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. സോ വൈ സ്ക്വയറിന്റെ വൈ ക്യൂബ് ബൈ 3 ആണ്. എന്നിട്ട് ലിമിറ്റ് -d/2 ടു d/2. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലേ. സോ ബി ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്താ? വൈക്ക് പകരം d/2. ഞാൻ 3 കോമൺ പുറത്തെടുത്തു. സോ b/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്റെ d/2 ഓൾ ക്യൂബ്. സോ d ക്യൂബ് ബൈ 2 ക്യൂബ് d/2 ഓൾ ക്യൂബ് മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലേ. സോ ലോവർ ലിമിറ്റ് എന്താ? -d/2. സോ -d ക്യൂബ് minus 2 cube. So you get d cube by 2 cube. So minus d cube by 2 cube. You got it. So upper limit minus lower limit നിങ്ങൾ അപ്ലൈ ചെയ്തു. സോ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈനലി യു ഗെറ്റ് ഐ എക്സ് എസ് എസ് ബി ഡി ക്യൂബ് ബൈ 12. സോ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ എടുത്താൽ അതിന്റെ ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, എക്സ് എക്സ് ആക്സിസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ബൈ 12. നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഇക്വേഷൻ ആണ് ബി ഡി ക്യൂബ് ബൈ 12. സോ ഒരു റെക്ടാങ്കിളിന്റെ എബൌട്ട് എക്സ് ആക്സിസ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ബി ഡി ക്യൂബ് ബൈ 12 ആണ്. ഇതേ സാധനം നമ്മൾ വൈ ഡയറക്ഷനിൽ ചെയ്ത് നോക്കാം. സോ വൈ ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുക്കണം. സോ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് ഞാൻ എടുത്തു. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്. സോ വൈ ആക്സിസിന് പാരലൽ ആണ് അല്ലെ. സോ എക്സ് ഡയറക്ഷൻ ആണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. സോ ഡി എക്സ് ആണ്. ഇത് സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ റെഫറൻസ് ആക്സിസ്. നമ്മുടെ റെഫറൻസ് ആക്സിസ് വൈ ആണ്. അതിൽ നിന്ന് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഡി എക്സ്. ഓക്കെ. സോ നമ്മുടെ ഇന്റഗ്രേഷൻ ഇക്വേഷൻ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. സോ എക്സ് സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്ട്രിപ്പിന്റെ മാത്രം ഇന്റഗ്രേഷൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി എക്സ് ഇൻറ്റു ഡെപ്ത്. സോ ഏരിയ ഈസ് ഡി ഇൻറ്റു ഡി എക്സ് അല്ലെ. ഡി ഇൻറ്റു ഡി എക്സ്. സോ ഡെപ്ത് ഇൻറ്റു തിക്നെസ് ഡി ഇൻറ്റു ഡി എക്സ് ആണ് ഇതിന്റെ ഏരിയ. സോ ആ ഏരിയ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ ഈ സ്ട്രിപ്പിന്റെ ആണ്.
നമുക്ക് വേണ്ടത് മൊത്തം റെക്ടാങ്കിളുടെ ആണ്. ആ മൊത്തം റെക്ടാങ്കിളുടെ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലാണ് വേണ്ടത് അല്ലെ, വൈ ആക്സിസിലാണ് വേണ്ടത്. സോ ഇവിടം തൊട്ട് ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്റെ ലിമിറ്റ് എന്തായിരിക്കും? ഇവിടെ 0 to b അല്ല ഞാൻ എടുക്കുന്നത്. കാരണം എന്താ, എന്റെ റെഫറൻസ് ആക്സിസ് ഇതാണ്. സോ ഇത് റെഫറൻസ് ആക്സിസ് ആണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റിലോട്ടുള്ള നെഗറ്റീവ് ആയിരിക്കും അല്ലെ. സോ ഇതാണ് 0. 0യിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ -b/2, ഇവിടെ എത്തുമ്പോൾ b/2. സോ ഐ ഇന്റഗ്രേറ്റ് ഫ്രം -b/2 to b/2. സോ ഇവിടെ തൊട്ട് ഇവിടം വരെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ സ്ട്രിപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ -b/2 to b/2. സോ വാട്ട് ഐ ഗെറ്റ് ഈസ് -b/2 to b/2 x² dA. എക്ക് പകരം dAക്ക് പകരം ddx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എക്സിന്റെ ടേംസിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഡി കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്തെടുത്തു. സോ -d/2 to d/2 x². ബാക്കി എല്ലാം സെയിം ആണ്. x³ 3 ലിമിറ്റ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I'll get the final answer as db³/12. സോ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ എടുത്താൽ അതിന്റെ വെർട്ടിക്കൽ ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഡെപ്ത് ഇൻറ്റു വിഡ്ത്ത് ³ 12. സോ നമ്മൾ റെക്ടാങ്കുലർ സെക്ഷന്റെ എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നതെന്ന് കണ്ടു. സോ സമ്മറൈസ് ചെയ്താൽ ഫോർ എ റെക്ടാങ്കിൾ അലോങ് ദ എക്സ് ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് bd³/12 ആണ്. വെർട്ടിക്കൽ ആക്സിസിൽ, അതായത് വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ db³/12 ആണ്. സോ bd³/12. സോ ഇതെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എക്സ് ആക്സിസ് ആണ് എടുക്കുന്നതെങ്കിൽ b ഇൻറ്റു d³ ക്യൂബിക്കൽ ടേം വരുന്നത് എപ്പോഴും നമ്മൾ ഏതാണോ ആക്സിസ് അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. സോ എക്സ് ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ, d ആണല്ലേ. സോ b ഇൻറ്റു d³/12. സോ റെക്ടാങ്കിളുടെ കേസിലാട്ടോ പറയുന്നത്. സോ എക്സ് ആക്സിസ് എടുത്താൽ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് d ആയതുകൊണ്ട് d-നാണ് ക്യൂബ് വരുന്നത്. സോ b d³/12. ഇനി ഞാൻ എടുക്കേണ്ടത് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കാം. സോ വൈ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് b അല്ലേ. ഇതാണ് വൈ ആക്സിസ്. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് b ആണ്, കണ്ടോ. സോ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് b ആവുമ്പോൾ ബിക്കാണ് ക്യൂബ് വരേണ്ടത്. സോ db³/12. സോ ഇതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ. സോ ഇങ്ങനെ എല്ലാ ബേസിക് ഷേപ്പിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് വി ആർ ജസ്റ്റ് ഗോയിങ് ടു ബൈ ഹാർട്ട് ദോസ് വാല്യൂസ്. നിങ്ങൾ ഇതിൽ ഓരോ സെക്ഷന്റെയും പഠിച്ചു വെക്കണം, നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യാൻ ആവശ്യമുണ്ട്. സോ ആദ്യം നമ്മൾ കണ്ട റെക്ടാങ്കുലറിനെ എടുക്കുന്നു. സോ എക്സ് ആക്സിസ് വൈ ആക്സിസ്, എക്സ് ആക്സിസിൽ bd³/12, വൈ ആക്സിസിൽ db³/12. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. സോ ട്രയാങ്കിളിന്റെ CG നമുക്കറിയാം എവിടെയായിരിക്കും, h/3 അല്ലെ. ബേസിൽ നിന്ന് ഇവിടുന്ന് 2h/3 എന്നൊക്കെ നമുക്കറിയാം. സോ ആ CG ഞാൻ ലൊക്കേറ്റ് ചെയ്തു. സോ CG കൂടെയുള്ള ആക്സിസ്, സോ CG കൂടെയുള്ള ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് xx. സോ ആ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ, സോ സെൻട്രോയിഡൽ ആക്സിസ്, ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ bh³/36, ബേസ് ഇൻറ്റു ഹൈറ്റ് ³/36 ആണ് ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. എന്തിന്, ഒരു ട്രയാങ്കുലർ സെക്ഷൻ. അടുത്ത് നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് അല്ല കൺസിഡർ ചെയ്യുന്ന, പകരം നമുക്ക് ആവശ്യം വരെ യൂഷ്വലി ഇതിന്റെ ബേസ് ആണ്. കണ്ടോ, ഈ റെക്ടാങ്കിളുടെ ബേസ്, ട്രയാങ്കിളുടെ ബേസ് BB ആണെന്ന് വിചാരിക്കാം. സോ ബേസ് BB എന്ന് പറഞ്ഞ ഒരു ആക്സിസ് ഞാൻ അവിടെ കൊടുത്തു. സോ BB ആക്സിസിനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് bh³/12 ആണ്. സോ b ഇൻറ്റു h³/12. സോ ഇത് രണ്ടും ഓർത്തിരിക്കാം. സോ ഒരു ട്രയാങ്കിൾ എടുത്താൽ ട്രയാങ്കിളുടെ സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ bh³/36 ആണ്. അതിന്റെ ബേസിലുള്ള ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ bh³/12 ആണ്. സോ അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്കിൾ ആണ്. സർക്കിൾ എല്ലാ ഡയറക്ഷനിലും സിമെട്രിക് അല്ലേ. സോ എക്സ് ആക്സിസ് എടുത്താലും വൈ ആക്സിസ് എടുത്താലും മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും. ഫോർ എ സർക്കിൾ വിത്ത് ഡയമീറ്റർ d, ix = iy = πd⁴/64. ഇതും പഠിച്ചു വെക്കുക. ഫോർ സർക്കുലർ സെക്ഷൻ യുവർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് πd⁴/64. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള 3 സെക്ഷൻ കണ്ടു. ഇനി അടുത്തത് ഇതിന്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ കാണാൻ പോകുന്നു. സോ ആദ്യത്തെ നമുക്ക് നോക്കാം. ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഞാൻ എടുത്തു. ഈ റെക്ടാങ്കുലർ സെക്ഷനിൽ നിന്ന് വേറൊരു ചെറിയ റെക്ടാങ്കുലർ സെക്ഷൻ ഞാൻ മുറിച്ചു മാറ്റുമെന്ന് വിചാരിക്കാം. സോ ഇതൊരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ആയി. സോ ഈ നടുക്ക് ഒന്നുമില്ല, ഒരു ഹോളാണ്. ബാക്കി സ്ഥലത്ത് ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ഷേപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോകും. സോ ഒന്നുമില്ല, വലിയ റെക്ടാങ്കിളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ചെറിയ റെക്ടാങ്കിളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ ഇതിന്റെ ix ആണ് ഞാൻ എഴുതുന്നെങ്കിൽ ഇതാണ് x ആക്സിസ് അല്ലേ. സോ x ആക്സിസ് എടുത്തു, y ആക്സിസ് എടുത്തു. സോ x ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ റെക്ടാങ്കിൾ കൺസിഡർ ചെയ്ത് എന്താ, b ഇൻറ്റു
ഡി ക്യൂബ് ബൈ 12, വലിയ റെക്ടാങ്കിളിന്റെ ബി ഡി ക്യൂബ് ബൈ 12 മൈനസ് ചെറിയ റെക്ടാങ്കിളിന്റെ ബി ഡി ക്യൂബ് ബൈ 12. സോ ഐ എക്സ് ഇസ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ 12 മൈനസ് ബി ഡി ക്യൂബ് ബൈ 12. സിമിലർലി വൈ വൈ ആക്സിസ് എടുത്താൽ ഡി ബി ക്യൂബ് ബൈ 12 മൈനസ് ഡി സ്മോൾ ബി, സോറി ഇവിടെ ഒരു സെക്കൻഡ്. സോ ഇവിടെ വലിയ ഡി ബി ക്യൂബ് 12 ഡി ബി ക്യൂബ് ബൈ 12 മൈനസ് ചെറിയ ഡി ബി ക്യൂബ് ബൈ 12 എന്ന് നമുക്ക് കിട്ടി. സോ ഇങ്ങനെയാണ് ഒരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷന്റെ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഐ എക്സ് എക്സ് ഐ വൈ വൈ. ഇതുപോലെ ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ എടുത്തു. ഒരു സർക്കുലർ സെക്ഷൻ ഉണ്ട്, അതിന്റെ ഡയമീറ്റർ ഡി ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ഡി, സ്മോൾ ലെറ്റർ ഡി ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ഞാൻ മുറിച്ചു മാറ്റുന്നു. സോ അതൊരു ഹോളോ സർക്കുലർ സെക്ഷൻ ആയല്ലേ. സോ ഒരു ഹോളോ സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം സർക്കിൾ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സെയിം ആണ്. ഐ എക്സ് എസ് ഈക്വൽ ടു ഐ വൈ വൈ, ദാറ്റ് ഈസ് പൈ ഡി റേസ് ടു 4/64 എന്നറിയാം. സോ ഇങ്ങനെ ഒരു ഹോളോ സെക്ഷൻ ആണെങ്കിൽ വലുതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ചെറുതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, വലുതിന് ചെറുതെടുത്ത് മാറ്റല്ലേ. സോ യു ഹാവ് ടു സബ്സ്ട്രാക്ട് ഇറ്റ്. സോ വലുത് പൈ ഡി റേസ് ടു 4/64 മൈനസ് സ്മോൾ പൈ ഡി റേസ് ടു 4/64. ഇതാണ് ഒരു ഹോളോ സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ നമ്മൾ ബേസിക് ഷേപ്സ് കണ്ടു. ഇനി ഒരു സിമെട്രിക് ഐ സെക്ഷൻ കാണാൻ പോകും. സോ ഐ സെക്ഷൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, നമ്മൾ സെൻട്രോയിഡ് ഒക്കെ കണ്ടുപിടിച്ച ഐ സെക്ഷൻ ഉണ്ട്. സോ ഞാനൊരു സിമെട്രിക് ഐ സെക്ഷൻ എടുത്തു. സിമെട്രിക് ഐ സെക്ഷൻ എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് എടുത്താലും വൈ ആക്സിസ് എടുത്താലും സിമെട്രി ആണ്, രണ്ട് ഡയറക്ഷൻ. സോ വിഡ്ത്ത് ബി ആണ്, രണ്ട് ഫ്ലേഞ്ചിനും ഒരേ വിഡ്ത്ത് ഒരേ തിക്നെസ്, വെബിന്റെ ഡെപ്ത് അല്ല ടോട്ടൽ ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ളൊരു ഐ സെക്ഷന്റെ, സോ ടോട്ടലി സിമെട്രിക് ആയിട്ടുള്ള ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഇതിനെ മൊത്തത്തിൽ ഞാൻ റെക്ടാങ്കിൾ ആയിട്ട് എടുക്കാൻ പോവാം. സി, സോ ബിയും ഡിയും ഇതാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ഈ ഫ്ലാഞ്ചിന്റെ ഇത്രയും ഭാഗത്തിന്റെ വിഡ്ത്തിനെ ഞാൻ സ്മോൾ ബി എന്ന് വിളിച്ചു, വെബിന്റെ ഡെപ്തിനെ ഡി എന്ന് വിളിച്ചു. എന്നിട്ട് ഈ ടോട്ടൽ ആയിട്ട് ഒരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഐ സെക്ഷന് ചുറ്റും ഞാൻ ഒരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ഇവിടെ രണ്ട് ചെറിയ റെക്ടാങ്കിൾ ഉണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. സോ ഈ റെക്ടാങ്കിൾ ബി ഇൻറ്റു ഡി, ഈ റെക്ടാങ്കിൾ ബി ഇൻറ്റു ഡി, വലിയ റെക്ടാങ്കിൾ ബി ഡി. സോ ഈ ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? ഈ വലിയ റെക്ടാങ്കിളിൽ നിന്ന് ഈ രണ്ട് റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറച്ചാൽ പോലെ. സോ ടോട്ടൽ സിമെട്രിക് ആണെങ്കിൽ ഒരു വലിയ റെക്ടാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു, അതിൻ്റെ അകത്തുനിന്ന് ഈ രണ്ട് ചെറിയ റെക്ടാങ്കിൾ കുറച്ചാൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കിട്ടും. സോ വലിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? എക്സ് എക്സ് ആണെങ്കിൽ ബി ഡി ക്യൂബ് ബൈ 12, ചെറുത് ബി ഇൻറ്റു ഡി ക്യൂബ് ബൈ 12, സ്മോൾ ലെറ്റേഴ്സ്. ഇനി ഇത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് 2. സോ ഐ എക്സ് എക്സ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ 12 മൈനസ് 2 ഇൻറ്റു ബി ഡി ക്യൂബ് ബൈ 12. ശ്രദ്ധിക്കുക, ബി എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തെ വിഡ്ത്ത് മാത്രമാണ്, ഡെപ്ത് എന്ന് വെച്ചാൽ വെബിന്റെ ഡെപ്ത് ആണ്. സോ ഐ എക്സ് എക്സ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ 12 മൈനസ് 2 ഇൻറ്റു ബി ഡി ക്യൂബ് ബൈ 12. ഐ വൈ എന്ന് വെച്ചാൽ ഡി ബി ക്യൂബ് ബൈ 12 മൈനസ് 2 ഡി ബി ക്യൂബ് ബൈ 12. സോ ഇതാണ് ഒരു സിമെട്രിക് ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ നമ്മൾ ബേസിക് ഷേപ്പ് കണ്ടു, സിമെട്രിക് ആയിട്ടുള്ള ഐ സെക്ഷൻ ആണെന്ന് കണ്ടു. സോ ഇതൊന്നും അല്ല, ഇനി ഒരു കോംപ്ലക്സ് സെക്ഷൻ ആണ്. സോ സിമെട്രിക് ഐ സെക്ഷൻ തന്നെ സിമെട്രിക് അല്ലാത്ത സെക്ഷൻ ആണ്. ഇങ്ങനെയുള്ള ഒരു സെക്ഷൻ വന്നാൽ എങ്ങനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക? സോ ഈ ബേസിക് ടേംസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗം ഉണ്ടാവണം അല്ലേ. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഡിസ്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് ഒരു തിയറം ഉണ്ട്, എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിയറം ഉണ്ട്. ആ തിയറത്തിന് നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്ന് വിളിക്കും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിലൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ തിയറാണ്. സോ വാട്ട് ഈസ് പാരലൽ ആക്സിസ് തിയറം? നമുക്ക് എപ്പോഴുള്ള പോലെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സോ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇഫ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലെയിൻ ഏരിയ, ഒരു പ്ലെയിൻ ഏരിയ ഉണ്ട്, അതിന്റെ ഏരിയ എ ആണെന്ന് വിചാരിക്കും. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലെയിൻ ഏരിയ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ് ഈസ് ഐ ജി. സോ ഒരു പ്ലെയിൻ ഏരിയന്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ജി ആണെന്ന് വിചാരിക്കുക. ദെൻ ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഏരിയ അബൌട്ട് എ പാരലൽ ആക്സിസ് എ ബി അറ്റ് എ ഡിസ്റ്റൻസ് എച്ച് ഫ്രം ദ സെൻട്രോയിഡൽ ആക്സിസ്. സോ നമുക്ക് ഐ ജി എന്ന് വെച്ചാൽ ഒരു ഏരിയന്റെ സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ്. നമ്മൾ ഇനി വേറൊരു ആക്സിസ് കൺസിഡർ ചെയ്യുക. ഈ ഐ ജിക്ക് പാരലൽ ആയിട്ട് എച്ച് ഡിസ്റ്റൻസിലുള്ള ഒരു ആക്സിസ് എടുത്താൽ ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു, സോ നമ്മൾ എ ബി എന്ന് പറഞ്ഞൊരു ആക്സിസ് ആണ് എടുക്കുന്നതെങ്കിൽ ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ്
AH². ഇതാണ് പാരലൽ ആക്സിസ് തിയറം. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എനി ആക്സിസ്. നമ്മൾ ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു, ഒരു ആക്സിസിന്റെ നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ട് h ഡിസ്റ്റൻസിലെങ്കിൽ ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് IAB is equal to IG. IG എന്ന് വെച്ചാൽ സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് A into H². പിക്ചോറിയൽ ആയിട്ട് കണ്ടാൽ നമ്മൾ നേരത്തെ എടുത്ത അതേ ഏരിയ എടുത്തു, അതിന്റെ ഏരിയ A ആണ്. സോ അതിന്റെ സെൻട്രോയിഡ് CG. സോ യു ആർ മാർക്കിംഗ് ദ സെൻട്രോയിഡ്. സോ സെൻട്രോയിഡിൽ കൂടെ പോകുന്ന ആക്സിസ് ആണ് സെൻട്രോയിഡൽ ആക്സിസ് അല്ലേ. സോ ഏരിയന്റെ സെൻട്രോയിഡിൽ കൂടെ പോകുന്ന ആക്സിസ് സെൻട്രോയിഡൽ ആക്സിസ്. സോ നമുക്കൊരു ബേസിക് ഷേപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ ആയിരുന്നെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയാം. എക്സ് ആക്സിസിൽ എന്താ BD³/12 അങ്ങനെ അറിയാം അല്ലെ. സോ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് IG എന്ന് പറയുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈ ആക്സിസിനെയാണ് IG. ഇനി പാരലൽ ആക്സിസ് തിയറം പറയുന്നത് എനിക്ക് ഈ ആക്സിസിലെ അല്ല, ഈ ഫിഗറിന്റെ തന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം, പക്ഷെ വേറൊരു ആക്സിസിൽ. സോ സപ്പോസ് ഈ ആക്സിസിൽ നിന്ന് h ഡിസ്റ്റൻസ് അപ്പുറത്ത് മാറി ഒരു AB ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് h ഡിസ്റ്റൻസ് മാറി AB ആക്സിസ് ഉണ്ടെങ്കിൽ ആ AB ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് പ്ലസ് ഏരിയ ടൈംസ് ഈ ഹൈറ്റിന്റെ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് പാരലൽ ആക്സിസ് തിയറം. സോ എൻ്റെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് h ഡിസ്റ്റൻസ് പാരലൽ ആയിട്ട് വേറൊരു മൊമെന്റ് ഓഫ് ആക്സിസ്. പാരലൽ ആക്സിസ് തിയറം എന്ന് പറയാൻ കാരണം സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണെങ്കിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ദ സെൻട്രോയിഡൽ ആക്സിസ്, you have a parallel axis at a distance h, which is AB. Then the moment of inertia about AB is moment of inertia about the centroidal axis plus area into this distance square. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ വെച്ച് ഈ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് കുറച്ച് ബേസിക് ഷേപ്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.